ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈം വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്യാണ് കേട്ടോ. മാംഗ്ലൂർ ടു എറണാകുളം ജംഗ്ഷനാണ് കേട്ടോ ഞാൻ ട്രാവൽ ചെയ്യുന്നത്. 6:30 ആണ് ഡിപ്പാർച്ചർ ടൈം. പക്ഷെ ഒരു 5:45 ആയപ്പോഴത്തേനും മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് തന്നെ ഞാൻ ആ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രെയിനിൻ്റെ നമ്പർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം ഇറങ്ങി ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു കേട്ടോ. പക്ഷേ ട്രെയിനിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ വേഗം പോയി കയറിയിരുന്നോണ്ട് തന്നെ എൻ്റെ കോച്ചിൽ ആദ്യം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. തന്നെ ഒരാൾ ഇതുപോലെ വന്നിട്ട് മിനറൽ വാട്ടർ കൊണ്ട് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സീറ്റിൻ്റെ അടിയിൽ ഒരു സ്പേസ് ഉണ്ട്, അവിടെയാണ് കേട്ടോ മിനറൽ വാട്ടർ അവർ കൊണ്ട് വെക്കുന്നുണ്ടായെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ തലേ ദിവസം ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 6:25 ആയപ്പോൾ ട്രെയിൻ എടുക്കാൻ തുടങ്ങി കേട്ടോ. ഞാനാണെങ്കിൽ കയറിയപ്പോൾ തന്നെ 2 ഫോണും ചാർജ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ടായിട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരാൾ ന്യൂസ് പേപ്പറും കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ. ന്യൂസ് പേപ്പർ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചപ്പോൾ അത് വേറെ ഏതോ ഭാഷയെന്ന് എനിക്ക് മനസ്സിലായി. ഒന്നല്ലെങ്കിൽ തുളു അല്ലെങ്കിൽ കന്നഡ ആയിരിക്കും കേട്ടോ. മാംഗ്ലൂർ ആയതുകൊണ്ട് തുളു ആവാനാണ് ചാൻസ്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ പണ്ടേ വായനയോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ സാധനം തൊട്ടില്ല. ആളത് കൊണ്ടിട്ട് എൻ്റെ നേരെ ഓപ്പോസിറ്റ് വിൻഡോ സീറ്റിൽ ഒരു അങ്കിൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങേരുടെ ഫ്രണ്ടിലാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ തീരെ തെടുക്കാൻ പോയില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഈ ഒരു കോഫിയുടെ മിക്സും ബിസ്ക്കറ്റും കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കോഫി ഉണ്ടാക്കിയിട്ട് കോഫി കുടിച്ചു. പിന്നെ ബിസ്ക്കറ്റും അതിൽ മുക്കിയിട്ട് കഴിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നു കേട്ടോ. പുറത്ത് ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നോൺ വെജ് ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നത് സ്ക്രാമ്പിൾഡ് എഗ്, പിന്നെ ഈ ഒരു കട്ട്ലേറ്റ് പോലത്തെ ഒരു സംഭവം. ഇത് ഇഡ്ലിയുടെ എന്തോ ഒരു സംഭവം തോന്നുന്നു, അതെനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഒരു ബണ്ണ് തന്നിട്ടുണ്ടായിരുന്നു, ബട്ടർ തന്നിട്ടുണ്ടായിരുന്നു, കെച്ചപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ ബട്ടറിൽ മുക്കിയിട്ട് ആ ബണ്ണ് കഴിച്ചു. ബണ്ണ് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഈ സ്ക്രാമ്പിൾഡ് എഗ് കഴിച്ചു. ഈ ഒരു സംഭവം എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതായത് ഇഡ്ലിയുടെ പോലത്തെ സംഭവം എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാനതങ്ങനെ കംപ്ലീറ്റ് ചെയ്തില്ല. അതിനുശേഷം ഞാൻ ആ കെച്ചപ്പിൽ മുക്കിയിട്ട് ആ കട്ട്ലേറ്റും കൂടെ കഴിച്ചു കേട്ടോ. ആകെ ഞാൻ കഴിക്കാണ്ടിരുന്നത് ആ ഒരു ഇഡ്ലിയുടെ പോലത്തെ സംഭവമാണ്. ബാക്കിയില്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നേരെ പോയി വായൊക്കെ കഴുകിയിട്ട് വന്നിട്ടോ. ബാത്റൂമൊക്കെ നല്ല നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് അങ്ങനെ റിലാക്സ് ആയിട്ട് ഇരുന്നു കേട്ടോ. സ്റ്റോപ്പ് എത്തുന്നതോറും ആൾക്കാരിങ്ങനെ കൂടി വരുമായിരുന്നു കേട്ടോ. ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം നല്ല പോലെ ഒന്ന് കിടന്നു. ഞാനിങ്ങനെ ഇടയ്ക്കുന്ന എണീറ്റപ്പോൾ പുറത്തൊക്കെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഒരു ഉറക്കം കൂടെ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും നെടുമ്പാശ്ശേരി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ കുറച്ച് കഴിഞ്ഞപ്പോൾ എറണാകുളം ജംഗ്ഷൻ എത്തി ഞാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ ദേ എൻ്റെ ഫസ്റ്റ് വന്ദേ ഭാരത് ട്രാവൽ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.